300 പേർക്കുള്ള ചിക്കൻ കുറുമയാണ് ഇന്ന് ഉണ്ടാക്കുന്നത്. ഇതും ഒരു കൂട്ടായ്മയുടെ ഉണ്ടാക്കുന്നതാണ്. ഞങ്ങൾ ഫ്രണ്ട്സൊക്കെ ആയിട്ട് ഉണ്ടാക്കുകയാണ്. അപ്പോൾ എല്ലാവരും ഉണ്ട് കൂടെ. ഇതിൻ്റെ കൂടെ നല്ല മണിപ്പുട്ടും വെള്ളയപ്പവും അതും കൂട്ടിയുള്ള പരിപാടിയാണ്. നല്ല തേങ്ങയിൽ അരച്ച് അടിപൊളി കശുവണ്ടി ഇട്ട് തേങ്ങയൊക്കെ അരച്ചാണ് ഉണ്ടാക്കിയത്. ബിരിയാണിയുടെ ഒക്കെ പോലെ തന്നെ സവാള ആദ്യം വഴറ്റിയെടുത്തിട്ടാണ് ചെയ്യുന്നത്. സവാള കുനുകുന അരിയണം, അല്ലെങ്കിൽ എന്താ ചിക്കന് വേവ് കുറവാണല്ലോ. അപ്പോൾ അതുകൊണ്ട് സവാള ചെറുതാക്കി അരിഞ്ഞിട്ടുള്ളൂ. അല്ലെങ്കിൽ സവാളയുടെ എന്താ മുട്ടക്കറി പോലെ സവാള ഇങ്ങനെ കിടക്കും, അതൊരു സുഖമില്ലല്ലോ കാണാൻ. ആദ്യം തന്നെ എൻ്റെ കൂടെയുള്ള സ്ഥിരമുള്ള ടീം തന്നെയാണ്. മുക്താറുണ്ട്, ആഷിക്കുണ്ട്, നമ്മുടെ പള്ളിയിൽ ഇമാമാണ്, ആഷിക്കുണ്ട്, പിന്നെ അൽത്താഫുണ്ട്, ഷിബു ഉണ്ട്, അങ്ങനെ എല്ലാവരും ഉണ്ട്. ഇതൊക്കെ ഒരു കൂട്ടായ്മ, അത് തന്നെ രസമാണതൊക്കെ. സവാളയൊക്കെ നന്നായിട്ട് വഴറ്റിയെടുത്ത് വെണ്ണ ഒഴിച്ച് വഴറ്റിയെടുക്കണം. ആദ്യമേ തന്നെ മസാല നല്ലോണം വേവിച്ചിട്ട് ചിക്കൻ ഇടുള്ളൂ. ബീഫാണെങ്കിൽ നമുക്ക് എല്ലാം കൂടി കുഴച്ചങ്ങോട്ട് വെക്കാം. പക്ഷെ ഇത് അങ്ങനെ പറ്റൂല. സവാളക്ക് വേവ് കൂടുതലാണല്ലോ, ചിക്കൻ പെട്ടെന്ന് വെന്ത് പോകും. ഉപ്പിട്ട് സവാള ഇട്ട് നല്ലോണം വഴറ്റിയെടുക്കണം. ആദ്യം ഉപ്പിട്ട് കഴിഞ്ഞാൽ അടപ്പ് ഒന്ന് മൂടി വെച്ചാൽ മതി. ഇതിൻ്റെ ചെമ്പൊന്ന് മൂടി വെച്ചാൽ ഒരു 1/4 മണിക്കൂർ 1 മണിക്കൂറൊക്കെ എടുക്കും വെന്ത് കിട്ടാനായിട്ട്. അപ്പോൾ ഒരു സൈഡിൽ തക്കാളി അരിയാണ്. അത്ര എക്സ്പീരിയൻസ് ഇല്ലാത്തതുകൊണ്ട് പതിയാണ് അവരരിയുന്നത്. തക്കാളി ഇട്ട് കൊടുത്ത്, അപ്പോൾ തക്കാളി സവാളയും വെന്ത് കഴിഞ്ഞാൽ നമുക്ക് അടുത്ത പണികളൊക്കെ തുടങ്ങാം കേട്ടോ. ഇതെൻ്റെ ആയിട്ടുണ്ട്. ഇപ്പോൾ കുറച്ച് വേപ്പില ഇട്ട് കൊടുക്കണം. വേപ്പിലേക്ക് ഇട്ട് കൊടുത്ത് വേപ്പിലയും ഇതൊക്കെ ആയിട്ട് ഒന്ന് നന്നായിട്ട് ചേർന്ന് കഴിഞ്ഞാൽ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഇനി ചെയ്യണം. പുതിന മല്ലി അരിഞ്ഞിട്ട് കൊടുക്കേണ്ട. വേപ്പിനെ പുതിന മല്ലിയൊക്കെ ഇട്ട് കൊടുത്ത് ഇഞ്ചിയും വെളുത്തുള്ളി വെള്ളം ഒഴിച്ചടിച്ച് നല്ല പേസ്റ്റാക്കിയിട്ട് അതിട്ട് കൊടുക്കുകയാണ്. അപ്പോൾ ചാപ്സായതിൻ്റെ മുളക് പൊടി ഉപയോഗിക്കണില്ല കേട്ടോ, പച്ചമുളകും കുരുമുളകുമാണ്. അപ്പോൾ അതിൻ്റെ പച്ചമുളകൊക്കെ ഒന്ന് പോയി കഴിഞ്ഞപ്പോൾ ബാക്കി പച്ചമുളക് അതും നന്നായിട്ട് പേസ്റ്റാക്കിയിട്ട് ഇട്ട് കൊടുക്കേണ്ട. അപ്പോൾ ഏതാണ്ടൊക്കെ ഒരു നല്ലോണം വെന്തിട്ടുണ്ട്. 3/4 മണിക്കൂർ കഴിഞ്ഞിട്ടാണ് ഇപ്പോൾ നമ്മൾ തുടങ്ങിയിട്ട്. ഉപ്പ് പോരാ, അപ്പോൾ ഒന്നുകൂടി ഇട്ട് കൊടുക്കുകയാണ്. ഇത് ആദ്യം ഇട്ട് കൊടുത്താണ് ഉപ്പ്, പക്ഷേ അത് പോരായിരുന്നു. അപ്പോൾ ഒന്നുകൂടി ഉപ്പിട്ട് കൊടുത്ത് ഇനി ഇതിനകത്തേക്ക് മസാലകളൊക്കെ ചേർക്കാൻ പോകുന്നുണ്ട്. മഞ്ഞൾപ്പൊടി, ഗരം മസാല, ചിക്കൻ മസാല, ഇതൊക്കെയാണ് ഇതിനകത്തേക്ക് ചേർക്കുന്നത്. പിന്നെ അതുകൂടാതെ കുരുമുളക് നല്ലോണം ചതച്ചിടുന്നത്, പൊടിയിടില്ല. പൊടിയിട്ട കറിയുടെ കളറ് മാറും, അതുകൊണ്ട് ഒന്ന് ചതച്ചിടുന്നത്. പാക്കറ്റ് കുരുമുളക് പറ്റൂല ഇതിന്, വീട്ടിൽ നിന്ന് തന്നെ അടിച്ചെടുക്കണം. അപ്പോൾ അത് ചതച്ചിട്ട് കൊടുത്ത് പിന്നെ ചിക്കൻ മസാല ഇട്ട് കൊടുത്ത് എല്ലാം നന്നായിട്ട് ഒന്ന് വെന്ത് കഴിഞ്ഞപ്പോൾ ചിക്കൻ ഇട്ട് കൊടുക്കേണ്ട. ചിക്കൻ ഇട്ട് ഒരു 20 മാക്സിമം 30 മിനിറ്റ് അതിനുള്ളിൽ നമുക്ക് നിർത്താം കറി. സവാളയും വെന്തിട്ടുണ്ട്, ചിക്കൻ എല്ലാം കൂടി എല്ലാം ഒരേ ലെവലിൽ ആകും. അപ്പോൾ ചിക്കനൊക്കെ ഇട്ട് എല്ലാം നന്നായിട്ട് മിക്സ് ചെയ്ത് ഒന്ന് മൂടി വെക്കണം. കുറച്ച് നേരം മൂടി വെക്കണം. മൂടി വെക്കുമ്പോൾ അതിൻ്റെ ആവിയിൽ നല്ലോണം കിടന്ന് വേകും. ഏതാണ്ടൊക്കെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനകത്തേക്ക് അരച്ച് വെച്ച് തേങ്ങ ചേർക്കണം. അപ്പോൾ തേങ്ങയുടെ ഒപ്പം കശുവണ്ടിയും കുറേ നേരം വെള്ളത്തിലിട്ടിട്ട് അതും കൂട്ടിയാണ്ട് അടിച്ചേക്കണം. കശുവണ്ടി തേങ്ങയും കൂടി അടിച്ച് മിക്സിയിലിട്ട് അടിച്ചു കൊണ്ടുവന്ന് ഇട്ട് കൊടുത്ത് ഇനിയൊരു തിള വരുമ്പോൾ തന്നെ നിർത്തണം. പച്ച തേങ്ങയാണല്ലോ. അപ്പോൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത്
കറിയുടെ കോലമൊക്കെ മാറിയിട്ടുണ്ട്. ഈ കറി ഇരിക്കും തോറും കുറുകി വരും, കശുവണ്ടിയും തേങ്ങയൊക്കെ ഉള്ളതുകൊണ്ട്. കറി ഇറക്കി വെച്ച് നമ്മൾ ഇനി ഇത് താളിക്കണം. അതിനുള്ള പരിപാടിയാണ് വെളിച്ചെണ്ണയിൽ താളിക്കുന്നത്. അപ്പോൾ വെളുത്തുള്ളി ചതച്ചിടുന്നു. അങ്ങനെ മുരിയുമ്പോൾ നല്ല മണം ഉണ്ടാവും, ടേസ്റ്റും ഉണ്ടാവും. അങ്ങനെ വെളുത്തുള്ളി തൊണ്ടോടുകൂടി തന്നെ ചതച്ചിട്ട് പിന്നെ നമുക്ക് ഇനി ഇതിനകത്തേക്ക് വേണ്ട ഉണക്കമുളക് ഇട്ട് കൊടുക്കണം. ഞാൻ ജീരകമാണ് ആദ്യം ഇടേണ്ടത്. ജീരകം പെട്ടെന്ന് കരിഞ്ഞു പോകുന്നുണ്ട്. ജീരകം കുറച്ച് കഴിഞ്ഞിട്ട് ഇട്ടത്. ജീരകം ഇട്ട് ഇത്തിരി വേപ്പില ഇട്ട് കൊടുത്ത് ഇത് നന്നായിട്ടൊന്ന് പാകമായി വരുമ്പോൾ ഇതിനകത്തേക്ക് നമ്മൾ മുളക് പൊടി ചേർക്കത്തി ഓഫ് ചെയ്തിട്ടാ കുറച്ച് കാശ്മീരി ചില്ലി ചേർത്തിട്ടാണ് നമുക്ക് കറിയിലേക്ക് ഒഴിക്കുന്നത്. ഏതാണ്ടൊക്കെ ഇതിൻ്റെ പാകം നോക്കണ വെളുത്തുള്ളിയുടെ കളർ മാറുമ്പോഴാണ്. വെളുത്തുള്ളി ഗോൾഡൻ കളറായി. ഇപ്പം ഇനി നമുക്ക് ഇത് നിർത്തിയിട്ട് മുളക് പൊടി ചേർക്കാം. ഓഫ് ചെയ്ത് കാശ്മീരി ചില്ലി ഇട്ട് കൊടുത്ത് അപ്പം തന്നെ എടുത്ത് ഒഴിക്കാൻ വേണം കേട്ടോ, അല്ലെങ്കിൽ മുളക് കരിഞ്ഞു കളർ മാറും. റെഡിയായി. നേരെ ഇനി കറിയിലേക്ക്. കറിയിലേക്ക് ഉറങ്ങട്ടെ. അതൊക്കെ റെഡിയായി. ഇനിയിപ്പോൾ ഒരു അരമണിക്കൂർ ഇരുന്നാൽ ടേസ്റ്റ് കൂടും. 1 മണിക്കൂർ ഇരുന്നാൽ ചിക്കനിലൊക്കെ തേങ്ങയും മസാലയൊക്കെ പിടിച്ച് രുചിയൊക്കെ മാറും. പിന്നെ ഇപ്പോൾ വിളമ്പാനുള്ള പരിപാടിയാണ്. മണിപ്പൊട്ടും വെള്ളയപ്പൊക്കെ നിരത്തി വെച്ച് നേരെ ഹോളിലേക്കാണ്. എന്നാലും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എൻ്റെ ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം, അഭിപ്രായം പറയണം, ഷെയർ ചെയ്യണം. ഓക്കേ.